ആദ്യ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്. അതൊരു സംവിധായകന്റെയോ നടന്റെയോ നടിയുടെയോ ആയിക്കോട്ടെ, ആരുടെയാണെങ്കിലും പ്രേക്ഷകർക്ക് പ്രതീക്ഷ, അവരിലുള്ള പ്രതീക്ഷ വാനോളമാണ് ആണല്ലോ. നമസ്കാരം, റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിന്റെ സമയം. ഇവിടെ ഞാനുണ്ട് ശാലിനി. ഇന്നത്തെ എന്റെ ഗസ്റ്റ് ഒരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരുന്നു. പക്ഷേ ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമയേക്കാൾ കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക രണ്ടാമത്തെ സിനിമ ഇറക്കുമ്പോഴാണ്. ഈ പറഞ്ഞ പോലെ പ്രേക്ഷകരുടെ പ്രതീക്ഷ കുറച്ച് കൂടുതലാണല്ലോ, അതിനൊപ്പിച്ച് നിൽക്കാനേ വേണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ സിനിമയും സൂപ്പർ ഡൂപ്പർ ഹിറ്റാക്കിയ സംവിധായകനാണ് ഇദ്ദേഹം. ഇപ്പൊ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകൻ ജിബു ജേക്കബ്. വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്. നമസ്കാരം. എന്തൊരു വിനയത്തോടുകൂടി ഇരിക്കണത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടോ ഭാവങ്ങളൊന്നും മിന്നിമറിയണില്ലല്ലോ. അല്ല, അത്ര പെരുത്ത് ഭാവങ്ങളൊന്നും ഇല്ല. എന്തായാലും സിനിമ രണ്ടാമത്തെ സിനിമയും അല്ലെങ്കിൽ രണ്ടാമത്തെ കടമ്പയും ചാടിക്കിടന്നതിൽ ഭയങ്കര സന്തോഷം. ജനങ്ങൾ ഏറ്റെടുത്തു മുന്തിരിവള്ളികൾ. അതിൽ വളരെയധികം സന്തോഷത്തോട് തന്നെ ഇരിക്കണം. അത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മൾ ആദ്യം ഒരു സിനിമ ഇറക്കുമ്പോൾ ഡയറക്ടർ ആകുമ്പോൾ അത്രയും പ്രതീക്ഷ ഉണ്ടാവില്ല. രണ്ടാമത്തെ സിനിമയ്ക്കല്ലേ കൂടുതൽ ടെൻഷൻ ഉണ്ടാവുക? ഉറപ്പായിട്ടും. അത് ആദ്യത്തെ സിനിമ ഒരു ലോട്ടറി അടിച്ചാണെന്നോ ഒക്കെയാണ് ശരിക്കും പറഞ്ഞുകൊണ്ടിരുന്നത്. വെള്ളിമൂങ്ങ ഒരു അപ്രതീക്ഷിത ഹിറ്റ് എന്നൊക്കെ ചാനലുകാർ പറയുന്നുണ്ടെങ്കിലും എനിക്ക് അപ്രതീക്ഷിതമായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. ഇപ്പൊ വിജയിക്കുന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ എന്റെ സിനിമാറ്റോഗ്രാഫി മാറ്റിവെച്ചിട്ട് ഞാൻ ഡയറക്ടർ ആവാൻ ഇറങ്ങി തിരിച്ചത്. അത് അതിലുള്ള വിശ്വാസമാണ്. അതിൽ എന്നെ വിശ്വസിപ്പിച്ചത് എന്റെ നായകനായ ബിജു മേനോൻ തന്നെയാണ്. ബിജു മേനോനാണ് അത് ആദ്യം തിരിച്ചറിഞ്ഞത്. ഒന്നും പറയാതെ ഡേറ്റ് എപ്പോഴാണ് വേണ്ടതെന്ന് ചോദിച്ചത്. അപ്പൊ അതുകൊണ്ട് എനിക്കത് പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു. പക്ഷെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയാസ് ഒക്കെ പറഞ്ഞിരുന്നത് അപ്രതീക്ഷിത വിജയം അല്ലെങ്കിൽ അപ്രതീക്ഷിത ഹിറ്റ് എന്നാണ് പറഞ്ഞത്. ഞാൻ വിശേഷിപ്പിച്ച വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകനാണ് എന്റെ മുന്നിലിരിക്കണേന്ന്. അത് കറക്റ്റ് അല്ലേ? അത് കറക്റ്റാ. എല്ലാം സമ്മതിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവുമ്പോ ഇപ്പൊ ഉള്ള വികാരം പറയൂ, സത്യസന്ധമായിട്ട് പറയൂ. കാരണം പടം ഇറങ്ങിയിട്ട് ഇപ്പൊ 2-3 ആഴ്ചയായി. ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരു മനസ്സ് നിറഞ്ഞുള്ള ഒരു സന്തോഷം തന്നെയാണുള്ളത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ, ലാലേട്ടന്റെ 2 ഹിറ്റിന് ശേഷം വരുന്ന സിനിമയായിരുന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ പോയിരുന്നു, ഒന്നില്ലെങ്കിലും ലാലേട്ടനെ അല്ല നമ്മളെ ആൾക്കാർ ചീത്ത വിളിക്കുക. അതെ അതെ, അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എന്റെ മനസ്സിലായി. പക്ഷെ എനിക്ക് വെള്ളിമൂങ്ങയേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു. അതിന്റെ സിന്ധുവിന്റെ ആ തിരക്കഥ രചന കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ സിന്ധുരാജിന്റെ അടുത്ത് പറയുകയും ചെയ്തു, സിന്ധുരാജിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് തിരക്കഥ തന്നെ ആയിരിക്കും ഇതെന്നുള്ളത്. അത് ഇപ്പോൾ ജനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2014 വെള്ളിമൂങ്ങ ഇറങ്ങിയപ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം എന്തേ 2017 വരെ കാത്തിരുന്ന അടുത്ത പടം ഇറക്കാനായിട്ട്? അല്ല, ഞാൻ എനിക്ക് പറ്റിയൊരു കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ശരിക്കും പറഞ്ഞു. ഞാനിങ്ങനെ വെള്ളിമൂങ്ങയ്ക്ക് ശേഷം ഒരു 3-4 കഥകളൊക്കെ ആയിട്ട് ചർച്ചകളൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് എന്നെ സോഫിയ പോൾ വിളിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ലാലേട്ടൻ പ്രോജക്റ്റ് ഉണ്ട്, അതിന്റെ കഥയും ലാലേട്ടൻ കേട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ജിബു ഓക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതുമായിട്ട് മുന്നോട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കഥ കേൾക്കണം, കഥ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് സിന്ധുരാജിന്റെ അടുത്ത് ഞാൻ പോയി കഥ കേൾക്കുന്നതും. സിന്ധുരാജ് പ്രണയോപനിഷത്ത് എന്ന് പറഞ്ഞ ഒരു ചെറുകഥ വായിക്കാൻ തന്നു. അതിനുശേഷം സിന്ധുരാജ് അതിന്റെ ഒരു കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത ഒരു കഥ പറഞ്ഞു എൻ്റെ അടുത്ത്. എനിക്ക് ആ കഥ ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാൻ ആ പ്രോജക്റ്റിലേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ നമുക്ക് പറ്റിയ കഥയുടെ മാനദണ്ഡങ്ങൾ? എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ബോധ്യം വേണമല്ലോ ശരിക്കും. എനിക്ക് എന്റേതായ ചില ഇപ്പോൾ നല്ല ഇതിൽ ആക്ഷൻ സിനിമകൾ അല്ലെങ്കിൽ അങ്ങനെ പല ടൈപ്പ് സിനിമകളുണ്ട്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബോധ്യമുള്ള ചില എന്താണ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാനദണ്ഡങ്ങൾ കേൾക്കട്ടെ. നമ്പർ 1 അല്ല, കുറച്ച് റിയാലിറ്റിയോട് കൂടി അടുത്ത് നിൽക്കുന്ന സിനിമകളാണ് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം. നമ്പർ 2 ഫാമിലി ആയിട്ട് നമുക്ക് കാണാൻ എല്ലാവർക്കും ഫാമിലി ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമകളായിരിക്കണം. നമ്പർ 3 എനിക്ക് തന്നെ സിനിമ ഇഷ്ടപ്പെടണം. നമ്പർ 4 ഒന്നുമില്ല ഇനി. വൻകിട താരങ്ങൾ വേണമെന്നൊക്കെ നിർബന്ധമുണ്ടോ? ഇല്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇവരെയൊക്കെ വെച്ച് സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാമല്ലോ. അങ്ങനെ ഞാൻ മനസ്സിൽ പോലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് ഇപ്പൊ നടന്നത് ശരിക്കും പറഞ്ഞാൽ. ലാലേട്ടനെ പോലത്തെ ഒരു വലിയ നടനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് അത് വലിയൊരു കാര്യമായിട്ടായിരുന്നു. ആക്ഷൻ പടമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? ഒരു ആക്ഷൻ പടം ചെയ്യാൻ എന്റെ മനസ്സിലുണ്ട്. അതിന്റെ ഒരു കഥ ഞാൻ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരി, ചോദിച്ച ഓരോന്നായിട്ട് പുറത്തു വരുമല്ലേ. പിന്നെന്തൊക്കെയാ താല്പര്യങ്ങൾ കേൾക്കട്ടെ. അല്ല, എല്ലാ ടൈപ്പ് സിനിമകളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പറഞ്ഞ പോലെ ഹൊറർ, ത്രില്ലർ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കൂടുതലും എനിക്ക് ഈ തമാശയുള്ള സിനിമകളാണ് താല്പര്യം. കുറച്ച് തമാശയുള്ള ഫാമിലി സബ്ജക്ട്. അങ്ങനെയല്ല, ഫാമിലി സബ്ജക്ട് എന്ന് വേണമെന്നില്ല, ഫാമിലിയോട് ഇരുന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം, അത്രേ ഉള്ളൂ. മധ്യവയസ്സിലെ പ്രണയത്തിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടോ? വെള്ളിമൂങ്ങയിലും കണ്ടു ഒരു ചായ. അല്ല, പ്രണയം എപ്പോഴും ഒരു നല്ലൊരു സബ്ജക്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രണയം നല്ലൊരു സബ്ജക്റ്റ് ആണല്ലോ സിനിമയ്ക്ക്. ആ മൈക്ക് കാരണം എന്നെ കാണുന്നില്ലല്ലേ? കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ചോദിച്ചെന്നേ ഉള്ളൂ. എത്രയായി വയസ്സ്? 48. ആണോ? അപ്പൊ ഈ പറഞ്ഞ പ്രായത്തിൽ വരില്ലേ? ഈ പറഞ്ഞ പ്രായത്തിൽ തന്നെയാണ് ശരിക്കും. ആണല്ലോ അല്ലേ? എന്നാ പിന്നെ എന്റെ ചോദ്യങ്ങളും അതുപോലെയൊക്കെ തന്നെ ആവുന്നുള്ള ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. വേണ്ട, ധൈര്യമായിട്ട് വെച്ചോളൂ. ഈ ഒരു കഥ മധ്യവയസ്സിലെ പ്രണയം, അത് മോഹൻലാൽ മതി എന്ന് തീരുമാനിച്ചത് ആരായിരുന്നു? അത് സോഫിയ പോൾ ആയിരുന്നു അപ്പൊ ആദ്യം തീരുമാനിച്ചത്? അല്ല, ഞാൻ പറഞ്ഞില്ലേ, കഥ കേട്ടത് ആദ്യം സോഫിയ പോളാണ്. സോഫിയ പോള് കഥ കേട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടൻ്റെ അടുത്ത് പോയി അവര് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ പ്രോജക്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ലാലേട്ടനുണ്ട് ഞാൻ വരുമ്പോ. ഓ അത് ശരി, നമ്മള് സംവിധായകൻ
അവസാനം സംവിധായകൻ നാലാമതാ വരുന്നത് ശരിക്കും. അല്ല, അപ്പൊ സംവിധായകൻ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോ വേറെ ആരുടെങ്കിലും മുഖം മനസ്സിൽ വന്നിരുന്നോ? അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ചിലപ്പോ പറയാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. ഇത് നമ്മള് ലാലേട്ടനിൽ തന്നെ കാണാൻ പറ്റുള്ളൂ, ലാലേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചോദിക്കട്ടെ, മോഹൻലാലിനെ കണ്ടിട്ടാണോ അതോ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു നിർമ്മാതാവിനെ കണ്ടിട്ടാണോ അതോ കഥ കണ്ടിട്ടാണോ ഈ പ്രോജക്റ്റിലേക്ക് വന്നത്? കഥ കേട്ടിട്ട് തന്നെയാണ്. ആണോ? പിന്നെ രണ്ടാമത്തെ അട്രാക്ഷൻ എന്തായിരുന്നു? രണ്ടാമത്തെ അട്രാക്ഷൻ മോഹൻലാൽ തന്നെ. മൂന്നാമത്തെ അട്രാക്ഷൻ? മൂന്നാമത്തെ സോഫിയ പോൾ, സിന്ധുരാജ്, അവരൊക്കെ മൂന്നും ഇതൊക്കെ ആയിട്ട് പോകും. അങ്ങനെ മൈ ലൈഫ് ഇസ് മൈ വൈഫ്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമ ഓർക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന ഈ ടാഗ്ലൈനാ. ഒപ്പം മോഹൻലാലിന്റെയും മീനയുടെയും മുഖങ്ങളും ഓർമ്മ വരും കേട്ടോ. എവിടുന്ന് ഈ ടാഗ്ലൈൻ കിട്ടിയ? ഈ ടാഗ്ലൈൻ സിന്ധുരാജ് തന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. സിന്ധുരാജ് ഒരു ശ്രീലങ്കൻ ടൂറിന് പോയിരുന്നു. നമ്മുടെ സ്ക്രിപ്റ്റിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 5 ദിവസത്തെ അവർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ശ്രീലങ്കൻ ടൂറിന്. അപ്പൊ അതിനിടയ്ക്ക് ശ്രീലങ്കയിൽ നിന്നും എന്നെ സിന്ധുരാജ് വിളിച്ചിട്ട് പറഞ്ഞു, ജിബു നമ്മുടെ പടത്തിന് ടാഗ്ലൈൻ കിട്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു പേരാണെന്ന് ചോദിച്ചാൽ, പേരല്ല, നമുക്ക് അതിന്റെ അടിയിൽ വെക്കാനുള്ള ടാഗ്ലൈനാണ് കിട്ടിയേക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മൈ ലൈഫ് ഈസ് മൈ വൈഫ്. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ, ഇത് ഫിക്സ് ചെയ്യാലോ. ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞത് അങ്ങനെ ഫിക്സ് ചെയ്തു. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ ചോദിച്ചത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ശ്രീലങ്കയിലുള്ളൊരു ഓട്ടോറിക്ഷയുടെ ബാക്കിൽ എഴുതിയിരുന്ന. നമ്മുടെയൊക്കെ ആണെങ്കിൽ ഇവിടെ ഓടടിക്കില്ലടാന്നൊക്കെ പറയണ പോലെ തന്നെ അവിടെ എഴുതി വെച്ചിരുന്ന പുറകില് മൈ ലൈഫ് ഈസ് മൈ വൈഫ്. ദൈവത്തിനറിയാം ഓട്ടോക്കാരന്റെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. അങ്ങനെയൊക്കെ എഴുതി വെക്കണമെങ്കിൽ പബ്ലിക്കായിട്ട്. അല്ല, അപ്പൊ പേര് വരുന്നതിന് മുന്നേ തന്നെ ടാഗ്ലൈൻ കിട്ടി. പേര് ഞാൻ ആദ്യമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേര് ഉലഹന്നാനും മാനിയമ്മയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറെ മാഗസീൻസിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പടത്തിന് പേര് ഇടാൻ പോണേന്നോ? കുറെ പേരുകളുണ്ടായിരുന്നു. വീടിനുള്ളിലെ പൂമരം, ഉലഹന്നാന്റെ സുവിശേഷങ്ങൾ, നന്നായി ഇടാഞ്ഞതല്ലേ, ഉള്ളിലുള്ള ഉലഹന്നാൻ, അങ്ങനെ കുറെ പേരുകൾ നമ്മൾ അവസാനമാണ് ഈ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ പേര് സിന്ധുരാജ് തന്നെയാണ് പറയുന്നത്. കുഴപ്പമില്ലാന്ന് തോന്നി പേര്. പക്ഷെ നീളം കൂടുതലാണെന്നുള്ളൊരു ഇതിൽ ഞാൻ ഇങ്ങനെ വെച്ചേക്ക് നമുക്ക് വേറെ നോക്കാം എന്നുള്ള രീതിയിൽ ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ലാലേട്ടൻ അത് ഭയങ്കരമായിട്ട് അപ്പൊ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ലാലേട്ടൻ എന്റെ അടുത്ത് ജിബു നല്ല പേരല്ലേ എന്നൊക്കെ ചോദിച്ചു. നല്ല പേരല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ലാലേട്ടാ, കുറച്ച് ലെങ്ത് കൂടുതലാണെന്ന് മാത്രമേ എനിക്ക് ഡൗട്ടുള്ളൂ, നല്ല പേരാണ്, നമുക്ക് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് നാൾ പോയി കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർമാരുടെ നിർബന്ധങ്ങൾ ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ലാലേട്ടൻ വീണ്ടും വിളിച്ചു ചോദിച്ചു ഇങ്ങനെ, ജിബു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പേര് ഫിക്സ് ചെയ്യാൻ ലാലേട്ടാ. ഇല്ല. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്നൊരു പ്രണയം ഫീൽ ചെയ്യും, പത്മനാഭ സാറിന്റെ മറ്റേ നമുക്ക് വാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, പിന്നെ ഇതും ഒരു ക്രിസ്ത്യൻ ക്യാരക്ടേഴ്സ് ആണല്ലോ, അപ്പൊ ഒരു ബിബ്ലിക്കൽ ഇത് വരും. അപ്പൊ അതെല്ലാം നല്ലതായിരിക്കും ജിബു. അങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ അത് പ്രണയോപനിഷത്ത് എന്ന് പറഞ്ഞ ചെറുകഥയിൽ നിന്ന് എടുത്തപ്പോ തന്നെ ആ ഒരു പേര് ഇടാമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല, അതിന് കുറച്ച് ഒരു ക്ലാസ് കൂടുതലാണ് പേരിന്. അപ്പൊ അത് വേണ്ടാന്ന് ഞങ്ങൾ ആദ്യമേ തന്നെ തീരുമാനിച്ചിരുന്നു. മലയാളികൾക്ക് പരിചിതമല്ലാത്തൊരു പേരാണല്ലോ പ്രണയോപനിഷത്ത്. പിന്നെ അതിനൊരു ലെവല് കുറച്ച് വ്യത്യാസമുണ്ട്. അത് മാത്രമല്ല, പേരൻസിൽ വിചാരിക്കും പിള്ളേരെ കാണിക്കണോ, പേരിന് എന്തൊരു പതികേടുണ്ടല്ലോ. വെള്ളിമൂങ്ങയ്ക്ക് ആരാ പേരിട്ടതപ്പോ? വെള്ളിമൂങ്ങയ്ക്ക് ഇതുപോലെ തന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു അസിസ്റ്റന്റ് ആണ്. നമ്മൾ പേരിടാൻ മോശമൊന്നുമല്ല, എനിക്ക് തന്നെ പേരിടണമെന്ന് വാശിയൊന്നുമില്ല. എന്റെ സിനിമയ്ക്ക് നല്ല പേര് വരണം, അത്രേ ഉള്ളൂ. അത് ആരുടെന്നാലും സ്വീകരിക്കും നമ്മള്. ഇതിപ്പോ പേരിടാൻ വൈകുമ്പോ സംഭവിക്കുന്നത്, നമ്മൾ ഇതിനെ കുറിച്ചുള്ള ന്യൂസ് ഓരോ മാഗസീനിനും ഒക്കെ കൊടുക്കുമ്പോ പേരുണ്ടാവില്ലല്ലോ. ഇന്ന ആള് ഡയറക്ടർ ഇടണു, ഇന്ന ആളൊക്കെയാണ് അഭിനയിക്കണേന്ന് പറയുമ്പോ അത് ആൾക്കാരിലേക്ക് എത്താനുള്ള ആ റീച്ച് കുറവായിരിക്കില്ലേ? ഉറപ്പാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു പേരിടാൻ പറ്റില്ലല്ലോ ഒരിക്കലും. നമുക്ക് മനസ്സിൽ തട്ടണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു ഫീല് വരണം. ആ സിനിമയ്ക്ക് പറ്റിയ പേരാണ്. ഇപ്പൊ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ള പേരെന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ആ പ്രണയം തളിർക്കുന്നത് ബേസ് ചെയ്തിട്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു പേരിലേക്ക് എത്തിയത്. അപ്പൊ അതുപോലെ തന്നെ വെള്ളിമൂങ്ങയ്ക്കുണ്ട്. വെള്ളിമൂങ്ങ ബിജുമേനന്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന ഒരു, പിന്നെ വെള്ളിമൂങ്ങ നാട്ടുകാർ കളിയാക്കി വിളിക്കുന്നുണ്ട് ആ സിനിമയിൽ. അപ്പൊ അങ്ങനെ ഒരു പേര് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. അത് ചിലപ്പോൾ സിനിമ കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് തീർന്നിട്ടായിരിക്കും ചിലപ്പോൾ. പക്ഷെ ആ നല്ല പേരിന് വെയിറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ ഇത് വിശ്വാസം. ഈ ടാഗ് ലൈൻ ലാലേട്ടനെ കേൾപ്പിച്ചപ്പോ എന്താ പറഞ്ഞത്? ലാലേട്ടൻ അത് ആദ്യമേ ഇഷ്ടമായി. നമ്മൾ ചെന്ന് പറഞ്ഞ ഉടനെ ലാലേട്ടൻ ഭയങ്കര ഗുഡ് മോളെ മോനെ നന്നായിട്ടുണ്ട്. മിമിക്രി കാണിക്കോ? ഇല്ല, ലാലേട്ടന്റെ ഒരു ഇത് നമുക്ക് എല്ലാവർക്കും വരുമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. ശരിയാണ്. ഓരോ മലയാളിക്കും അവിടെ ഒരു അഹങ്കാരം തന്നെയാണ് ലാലേട്ടൻ. ശരി. ആദ്യത്തെ സിനിമ വെള്ളിമൂങ്ങ, അതില് ബിജുമേനൻ, അതൊരു സൂപ്പർ ഹിറ്റ്. രണ്ടാമത്തെ പടം സാക്ഷാൽ മോഹൻലാല്, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, അതും സൂപ്പർ ഹിറ്റ്. നാട്ടിലെങ്ങനെ സൂപ്പർ ഹീറോ ആയോ ഇപ്പോ? അയ്യോ, അത് വെള്ളിമൂങ്ങ കഴിഞ്ഞപ്പോ തന്നെ ആയിരുന്നു. എവിടെ? വൈപ്പിൽ ഞാറക്കലാണോ സ്വദേശം? അതെ, ഞാറക്കൽ. അവിടെയാണ് പഠിച്ചോ വളർന്നേക്ക്? ഞാറക്കൽ പള്ളി സ്കൂള്, സെന്റ് മേരീസ് സ്കൂളാണ് എൻ്റെ 7 വരെ ഉള്ളത്. അത് കഴിഞ്ഞ് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ്, അത് കഴിഞ്ഞ് ഒരു പാരലൽ കോളേജ്. ഞാറക്കൽ പുറത്തു വന്നിട്ടില്ല അപ്പൊ? ഇല്ല. അതെ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലെ അപ്പനമ്മ, 2 അനിയന്മാര്, ഭാര്യ, 2 കുട്ടികൾ. ഈ വെള്ളിമൂങ്ങ കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ സ്നേഹം പ്രകടിപ്പിച്ചത്? ഫ്ലെക്സ് അടിച്ചോ? അല്ല, വെള്ളിമൂങ്ങ കഴിഞ്ഞ് നമ്മൾ 75-ാം ദിവസം വെള്ളിമൂങ്ങയുടെ ആഘോഷിച്ചത് ഞാറക്കലായിരുന്നു. ഞാറക്കൽ പള്ളി, ഞാൻ പഠിച്ച സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു. ആരൊക്കെ വന്നു? വെള്ളിമൂങ്ങയിലുള്ള എല്ലാവരും ഏകദേശം വന്നായിരുന്നു. പിന്നെ ബിജു വന്നു, നിക്കി വന്നു, അജു ഉണ്ടായില്ല. അജു ടിനിയും എന്തോ ഷൂട്ടിംഗ്
ഷൂട്ടിങ്ങിലായിരുന്നു വന്നില്ല. അവർ രണ്ടുപേരും മാത്രമേ വരായിരുന്നുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു സിനിമയിലുള്ള ഏകദേശം എല്ലാവരും വന്നു. അപ്പൊ അത്രയും സ്റ്റാർസിനെ കൊണ്ടുവന്നപ്പോ നമ്മളെ സ്റ്റാർ ആയില്ലേ? പിന്നെ ഉറപ്പായിട്ടും. പിന്നെ അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നാട് തന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് അത്രയും ജനങ്ങൾ വന്നിരുന്നു. അത് വലിയൊരു പരിപാടി തന്നെയായിരുന്നു. എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. ശരി, ഒരുപാട് വർഷം സിനിമാറ്റോഗ്രാഫർ ആയിരുന്നില്ലേ? എന്നിട്ട് ഡയറക്ടർ ആയപ്പോ ഇത്രയും വലിയ വിജയമൊക്കെ വന്നപ്പോ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ സിനിമയിലൊക്കെ ഡയറക്ടർ എടുത്ത് ഉയർത്തുന്നതും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ തിയേറ്ററിലൊക്കെ? അല്ല, വെള്ളിമൂങ്ങയ്ക്കൊന്നും അങ്ങനെ ഉണ്ടായില്ല. വെള്ളിമൂങ്ങ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പതുക്കെ കയറി വന്നൊരു ഹിറ്റാണ്. വ്യാഴാഴ്ചയായിരുന്നു റിലീസ് ചെയ്യുന്നത്, സെപ്റ്റംബർ 25. വ്യാഴാഴ്ച ഞാൻ ആദ്യം കാണുന്നത് ലുലുവിൽ PVR വെച്ചിട്ടാണ്. അവിടെ ഒരു 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ കാണാൻ. ഇൻട്രോയിലായപ്പോ എനിക്ക് സങ്കടം വന്ന് ശരിക്കും പറഞ്ഞാൽ ആരും ചിരിക്കുന്നില്ല, ഒരു അനക്കൂല, ഒരു മരിച്ച വീട്ടിലൊരവസ്ഥ. അവിടെ ഞാൻ പതുക്കെ കാർ എടുത്തിട്ട് ഞാനും എൻ്റെ അസിസ്റ്റൻസ് 2 പേരുണ്ടായിരുന്നു. അവർ 2 പേരും കൂടി ഞങ്ങൾ സരിതയിൽ വന്നപ്പോൾ സരിതയിൽ അത്യാവശ്യം ആളുണ്ടായിരുന്നു. ഒരു 60% അല്ലെങ്കിൽ 70% ആളുണ്ടായിരുന്നു തിയേറ്ററിൽ. ഈ 60-70% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരുമാണ് കൂടുതൽ. അന്നും സിനിമ കണ്ടു പുറത്തിറങ്ങി എല്ലാവരും നല്ലതാണെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്കൊരു വിശ്വാസം വന്നിരുന്നില്ല. ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങി എല്ലാവരും തിരിച്ചുപോയി. എല്ലാവരും മാട്രിക്കായിട്ട് ഞാൻ കാത്തുനിന്നു. മാട്രിക്ക് വന്നത് എനിക്ക് തോന്നുന്നു ഒരു 60-70 പേരുണ്ടായുള്ളൂ. അപ്പോൾ എനിക്ക് വീണ്ടും കരച്ചിൽ വന്നു. ഇതെല്ലാം കഴിഞ്ഞ് ശനിയാഴ്ച വൈകുന്നേരമാണ് ശരിക്കും നമുക്കൊരു നമ്മളുടെ കയ്യിൽ നിന്നൊക്കെ പോയി ജനങ്ങളെ ഏറ്റെടുത്തത്. അപ്പോഴാണ് നമുക്ക് സന്തോഷിക്കുക. അപ്പോൾ എടുത്തു പോക്കാനൊന്നും ആരും ഉണ്ടായില്ല. ശ്വാസം നേരെ വീണത്. ഇപ്പൊ ഈ ഒരു സിനിമയുടെ മുന്തിരിവള്ളികളുടെ സമയത്ത് എന്തായിരുന്നു അവസ്ഥ? അല്ല, മുന്തിരിവള്ളികൾ ഞങ്ങൾ പത്മയിലാണ് കാണുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. ഫാൻസുകാരൊക്കെ എടുത്ത് പൊക്കി ഉയർത്തി എറിയലൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും ഭാര്യ മക്കളൊക്കെ കണ്ടില്ലേ? ഉണ്ടായിരുന്നു, ഭാര്യ മക്കളും ഉണ്ടായിരുന്നു തിയേറ്ററിൽ. അല്ല, ചോദിക്കട്ടെ, കുട്ടികളൊക്കെ സ്റ്റാർ ആയോ അവരുടെ സ്കൂളില്? അച്ഛൻ വലിയ ഡയറക്ടർ അല്ലേ? കുഴപ്പമില്ല. എന്താ വീട്ടിലൊന്ന് പറയാറ് കുട്ടികളൊക്കെ? അല്ല, സിനിമ കണ്ട കാര്യങ്ങളൊക്കെ ടീച്ചർമാരും കുട്ടികളൊക്കെ ഒന്ന് പറയാറുണ്ട്. ഒരു ഭയങ്കര ആവേശത്തിലാണ് എന്തായാലും കുട്ടികൾ. കുട്ടികളുടെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ പോയില്ലേ? അത് കഴിഞ്ഞ വർഷം പോയി. കഴിഞ്ഞ വർഷം പോയി. സ്റ്റാറായി. അവിടുത്തെ സ്കൂളുകളൊക്കെ ഏകദേശം തീർന്നു. ആണോ? ഇനിയിപ്പോ പതുക്കെ എറണാകുളത്തേക്ക് ബോട്ട് കയറി വരണോ അല്ലേ? അതെ അതെ. വർഷം 2014 മുൻപുള്ള ജിബു ജേക്കബ് അല്ല, 2014 ശേഷം വെള്ളിമൂങ്ങ ഇറങ്ങി കഴിഞ്ഞപ്പോ ഒരു സ്റ്റാർ ഡയറക്ടർ ഒക്കെ ആയില്ലേ? ഉറപ്പിച്ചു പറയണോ? എങ്ങനെയൊക്കെയാ ജീവിതത്തിൽ മാറ്റം വന്നത്? അല്ല, ജീവിതത്തിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ എന്നെ ആളുകൾ തിരിച്ചറിയുന്നു. അതായത് ഇപ്പൊ ഒരു ആർട്ടിസ്റ്റിന് കിട്ടുക, അല്ലെങ്കിൽ ഒരു നടനും നടിക്കൊക്കെ കിട്ടുന്ന ഒരു അതുപോലത്തെ ചെറിയ പരിവേഷം നമുക്കുണ്ട്. ചെറിയ സെലിബ്രിറ്റി ആയി. അതെ അതെ. എല്ലാവരും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലുത്. നമ്മളിപ്പോ എവിടെയെങ്കിലും നിന്നാൽ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആളുകൾ വരുന്നുണ്ട്. കുടുംബക്കാരും ബന്ധുക്കാരൊക്കെ മൈൻഡ് ചെയ്യാത്തവരൊക്കെ മൈൻഡ് ചെയ്ത് തുടങ്ങി. അതെ അതെ. എല്ലായിടത്തും നമുക്കൊരു സ്ഥാനം കിട്ടി. ആണല്ലേ? അത് മാത്രമല്ല, പണ്ടൊന്നും പരിചയം കാണിക്കാത്ത ആൾക്കാർ വരെ പറയും, ദാ എന്റെ ബന്ധുവാണ്, എന്റെ അമ്മാവന്റെ മകന്റെ മോന്റെ മോനാണല്ലേ. അതുണ്ട്, അത് ഭയങ്കരമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞു. പിന്നെ പലരും എന്റെ ആളാണ് അല്ലെങ്കിൽ എന്റെ നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട്. അതല്ലാതെ ഒരു ലക്ഷറി ലൈഫിലേക്ക് പോവാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാ വന്നിരിക്കുന്നത്? എത്ര കാർ വാങ്ങിച്ചു? കാർ വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. അതിനുശേഷം വാങ്ങിച്ചിട്ടില്ല. ഞാൻ അതിന് മുമ്പ് വാങ്ങിയതാണ്. ഭാര്യത്ര പോരാ സിനിമ കഴിഞ്ഞോടൊക്കെയാണ് ഞാൻ കാർ വാങ്ങിയത്. അതിനുശേഷം ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞ ശേഷമാണ് വെള്ളിമൂങ്ങ ചെയ്യുന്നത്. അതല്ലാതെ ഒരു വാച്ച് വാങ്ങിക്കുക, ഇടുന്ന ഷർട്ട് ലിനനാക്കുക, അങ്ങനെയൊക്കെ ഒന്നുമില്ല. ഷർട്ടുകൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ചടങ്ങിനൊക്കെ പോകണ്ടല്ലേ അല്ലേ? അതെ അതെ. ചോദിക്കട്ടെ, ഉദ്ഘാടനത്തിനൊക്കെ പോവോ? സ്കൂൾ ആനുവൽ ഡേ, അങ്ങനെ ഇനാഗ്രേഷൻ അങ്ങനെയൊക്കെ പോകാറുള്ളൂ. അത് കുട്ടികളുടെ സ്കൂളിലല്ലേ? സ്വന്തം കുട്ടികളുടെ? സ്വന്തമല്ല, ഞാൻ പഠിച്ച സ്കൂളുകളിൽ ഇപ്പോൾ എന്റെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിലുണ്ട്. അങ്ങനെയുള്ള, അല്ലാണ്ട് ഞാൻ വളരെയധികം അങ്ങനെ മാക്സിമം നിരുത്സാഹപ്പെടുത്തി വിടാറുള്ളൂ. പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ പറയുമ്പോൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. ജാടയാണെന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചില സംവിധായകർ പറയണേക്ക് അവർക്ക് പുറമെ അത്രയും എക്സ്പോഷർ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സാക്ഷാൽ അൻവർ റഷീദ്. പുള്ളി ഇന്റർവ്യൂസ് കൊടുക്കുകയില്ല. നമ്മളെങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാൻ ഇഷ്ടമൊക്കെയാണോ? എനിക്കും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ നമ്മള് വെള്ളിമൂങ്ങയ്ക്ക് ഞാൻ ഇറങ്ങേണ്ടി വന്നു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. ഇപ്പൊ ബിജുമേനെ ഇറങ്ങണമെങ്കിൽ ഞാൻ വരണം. കാലമേ കാലി കയറ്റി വെച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ല അല്ലെ സംവിധായകനാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ആ സിനിമയ്ക്ക് പ്രൊമോഷൻ അത്യാവശ്യമായിരുന്നു. ഈ സിനിമയ്ക്കൊന്നും അത്ര ആവശ്യമില്ല. പക്ഷെ എന്നാലും നമ്മൾ പ്രൊഡ്യൂസറുടെ ഇതിൽ എനിക്കും ഈ പറഞ്ഞ പോലെ അൻവറിന്റെ പോലെ മാറിയുന്ന കൊള്ളാന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൈവസി കുറച്ച് നഷ്ടപ്പെടും. നമ്മളിപ്പോൾ കഥകളൊക്കെ പല വഴികളിൽ നിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നാണ് കിട്ടുന്നത്. ആ ഒരു ഫ്രീഡം ഇല്ലാതെയാവും ശരിക്കും പറഞ്ഞാൽ. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വാച്ച് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല ഇപ്പോൾ. അപ്പോഴേക്കും ആൾക്കാർ വരില്ല, ഷോ സംവിധായകൻ ഇരിക്കണോന്ന് പറഞ്ഞിട്ട്. അതെ അതെ. ഈ അടുത്ത് അങ്ങനെ പ്രൈവസി നഷ്ടപ്പെട്ടപ്പോഴായിരുന്നു? പ്രൈവസി നഷ്ടപ്പെട്ടതല്ല ഞാൻ പറഞ്ഞത് നമ്മള് ഒരു ആളുകളുടെ ഒരു ഇതൊന്നും വാച്ച് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടില്ല നമുക്ക്. ശരി, സമ്മതിച്ചു. ഞാൻ ചോദ്യം ഒന്നുകൂടി പഞ്ചസാര പോയി പറയാം. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് പോയിരിക്കുന്നു, ആരാധകർ വന്ന് അയ്യോ ഇത് സാറല്ലേ ഡയറക്ടർ ജിബു ജേക്കബ് അല്ലേ എന്ന് ചോദിച്ചതപ്പോഴായിരുന്നു ഈ അടുത്ത്? അതിപ്പോ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അപ്പൊ നമ്മള് എവിടെയെങ്കിലും നമ്മളൊരു ടൂർ പോവുകയോ അവിടെയൊക്കെ നമ്മൾ അതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്തിട്ട് ഡയറക്ടർ അല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളത് കുറെ നേരം പിന്നെ അതിലായി പോവും. അവരുടെ കൂടെ ആയി പോകും. അവരുടെ ഇത് ചെയ്യാൻ മുഷിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ സ്പോട്ട്ലൈറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ആ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചില്ലേ? അപ്പൊ ആൾക്കാർ കണ്ടു. ആൾക്കാർ കണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് പരിചയപ്പെട്ടു.
പരിചയപ്പെട്ടു. അങ്ങനെ അത് സ്ഥിരം ഇപ്പൊ ഉള്ളതാ. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ 4 ആള് കാണും അല്ലേ? ഇപ്പം എറണാകുളത്ത് നോക്കുകയാണെങ്കിലും എവിടെ നോക്കുകയാണെങ്കിലും മുന്തിരിവള്ളികളുടെ പോസ്റ്ററും TV വെച്ച ഉടനെ തന്നെ അതിലെ പാട്ടുകളും ഒക്കെ ആണല്ലോ കാണുന്നത്. അത് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. ഉറപ്പായിട്ടും. അതുപോലെ തന്നെ സിനിമ കാണുമ്പോഴും നമ്മൾ ഓരോ തിയേറ്ററിൽ നിന്ന് ആളുകളുടെ ഓരോ റിയാക്ഷനും നമ്മളെ കോരിത്തെരിപ്പിക്കും. എത്ര പ്രാവശ്യം ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു? തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു 25-30 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവണം. പിന്നെ ഇപ്പൊ വീടിന്റെ അടുത്ത് തിയേറ്റർ റിലീസ് ഉണ്ട്. ഇപ്പോ ഞാറക്കലും ബസ്സിക്ക് ഞാൻ സിനിമ കണ്ടു വളർന്ന തിയേറ്റർ പുതുക്കിയിട്ട് ആദ്യത്തെ സിനിമകളിലൊന്നാണ്. അപ്പൊ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് പോയി തിയേറ്ററിൽ പോയിരിക്കും. വെറുതെ അങ്ങനെ ഒരു ദിവസം ഇരുന്ന് അവിടെ ഉറങ്ങിപ്പോയി. ആദ്യം തന്നെ ഞാനൊരു പ്രതിജ്ഞ എടുപ്പിക്കട്ടെ എന്റെ ഗസ്റ്റിനെ കൊണ്ട്. പ്രതിജ്ഞ സ്കൂളാണത്. ഇവിടെ അങ്ങനെയൊക്കെയാ. എടുക്കാം. ഞാൻ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിൽ പറയുകയുള്ളൂ. സത്യസന്ധമായിട്ട് തന്നെ പറയൂ. ആ മൈക്കൊന്ന് കുറച്ചും കൂടെ നീക്കി വെച്ച് എനിക്ക് ആളുടെ മുഖം കാണാത്തോണ്ടേ മൊത്തത്തിലൊരു കള്ളലക്ഷണം ഫീലുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എന്നെ ഒരു കള്ളനാക്കരുതല്ലേ. ശരി, ഈ റൗണ്ടിന്റെ പേര് ഷൂട്ട് ഔട്ട് അറ്റ് സ്പോട്ട്ലൈറ്റ് എന്നാണ്. ജമണ്ടൻ പേരാന്നേ ഉള്ളൂ. ഏതാണ്ട് ഈ മുന്തിരിവള്ളികൾ പോലെ മനുഷ്യന് പറയാൻ പറ്റില്ല. പക്ഷെ എളുപ്പാ. ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി. നോണ പറയരുത്. സ്വന്തം ഫോണിൽ മറ്റുള്ളവരുടെ പേര് മാറ്റി സേവ് ചെയ്തിട്ടുണ്ട്? പേര് മാറ്റി സേവ് ചെയ്തിട്ടില്ല. ഞാനൊരു വേണുക്കുട്ടനല്ല. ജിബു ജേക്കബ് ഭാര്യയെ പ്രണയത്തോടു കൂടി വിളിക്കുന്ന പേര് ഡാഷ് ആണ്. ഇല്ല, അങ്ങനെ പേരൊന്നുമില്ല. വേറെ ശ്രീജ എന്ന വീട്ടിൽ വിളിക്കുന്നത്. ഇത്ര അൺറൊമാൻറ്റിക് ആണ്. പിന്നെ ആ രീതിയിൽ വിളിക്കണോ? അല്ല, ഞാൻ ചോദിച്ചതാ. മനുഷ്യന്മാരുടെ കാര്യമല്ല, എനിക്ക് ചോദിച്ചൂടെ? ശ്രീജ എന്നാ വിളിക്കുന്നത്. ഭാര്യയ്ക്ക് അവസാനം വാട്സാപ്പിൽ അയച്ച മെസ്സേജ് ഡാഷ് ആണ്. വാട്സാപ്പിൽ അങ്ങനെ മെസ്സേജുകൾ അയക്കാറില്ല. ഒന്നെടുത്ത് നോക്കിക്കേ അവസാനം അയച്ച എന്താന്ന്. അവള് അയക്കാറുണ്ട് ഇടയ്ക്ക്. അതെന്താ? അത് നോക്കേണ്ടി വരും. നോക്കിക്കോ, എനിക്ക് സമയമുണ്ട്. നോക്കണോ? നോക്ക്. നോക്കല്ലോ. ഹലോ ഹലോ. ഭാര്യ ഇങ്ങോട്ട് അയച്ചതാ. ഹായ് ഹലോ. കണ്ടോ? അതല്ലാതെ മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല. മെസ്സേജ് അയക്കില്ല, ഡയറക്റ്റ് ഫോൺ ചെയ്യാറില്ലുള്ളൂ. ശരി, എന്നാ ഭാര്യയെ സ്ഥിരമായിട്ട് വിളിക്കുന്നത് എന്ത് ചോദിക്കാൻ, എന്ത് പറയാൻ? ഞാൻ വരില്ല ഇന്ന് രാത്രി. അല്ല, ബെസ്റ്റ് ഭർത്താവാണ് കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മുന്തിരിവള്ളികൾ സിനിമ എടുക്കുമ്പോ ഉലഹന്നാന്റെ ഫസ്റ്റ് ഹാഫ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ? പറഞ്ഞു കൊടുക്കാൻ പറ്റി കറക്റ്റ് ആയിട്ട്. അല്ല, സ്വന്തം ജീവിതങ്ങൾ പറഞ്ഞു കൊടുത്താൽ പോരെ? വളരെ അൺറൊമാൻറ്റിക് ആണ്. പിന്നെ ഉറപ്പായിട്ടും വെറുതെ അല്ല കേട്ടോ ഭാര്യ ചീത്ത വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഞാനൊരു ഡേറ്റ് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു ഡേറ്റ് പറയൂ. എന്റെ ബർത്ത്ഡേ 5/1. സ്വന്തം ബർത്ത്ഡേ ആണ്. ഭാര്യയുടെ ബർത്ത്ഡേ അറിയോ? അറിയില്ല. കുട്ടികളുടെ ബർത്ത്ഡേ അറിയോ? അറിയാം. എന്നാ? 21 ജനുവരി. അടുത്ത ആളുടെ? മാർച്ച് 2. ഭാര്യയുടെ അറിയില്ല. ഭാര്യയുടെ അറിയാം, ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഭാര്യയുടെ ഇനി ഞാൻ ഒരിക്കലും മറക്കില്ല. ആദ്യമൊക്കെ മറക്കുമായിരുന്നു. വെള്ളിമൂങ്ങയുടെ റിലീസാ സെപ്റ്റംബർ 25. അപ്പോഴും സിനിമയായിട്ട് റിലേറ്റഡ് ആണല്ലേ? അല്ലെങ്കിൽ ഓർക്കില്ലായിരുന്നു. ഒരു ഭർത്താവ് തന്നെ കേട്ടോ. അടുത്ത ചോദ്യം ചെയ്യട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ തവണ കയറി ഇറങ്ങിയ സർക്കാർ ഓഫീസ് ഡാഷ് ആണ്. പഞ്ചായത്ത് ഓഫീസ്. എന്തിനായിരുന്നു? പല കാര്യം, നമ്മൾ വീട് പണി അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ബുദ്ധിമുട്ടാ നടത്തിക്കും. കുറെ നടത്തിച്ചിട്ടുണ്ടോ? കുറെ പ്രാവശ്യം നടക്കേണ്ടി വന്നു. ഇപ്പൊ എത്ര വയസ്സായി? 48. എന്റെ അവസാനത്തെ പ്രണയം എന്റെ ഡാഷ് വയസ്സിലായിരുന്നു. 17, 16, 17 പ്രീ ഡിഗ്രി. വൺ സൈഡാ, പേടിക്കണ്ട. അതിനുശേഷം പ്രണയിച്ചിട്ടില്ല? ഇല്ല, അതിനുശേഷം പ്രണയം തോന്നിയിട്ടില്ല നമുക്ക്. കല്യാണത്തിന് ശേഷം പ്രണയിച്ചിട്ടില്ല? കല്യാണത്തിന് ശേഷം പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്. അതല്ലേ ശേഷം അവസാനത്തെ പ്രണയം ഏത് വയസ്സിലായിരുന്നു? അത് ഭാര്യയായിട്ടുള്ള പ്രണയമായിട്ട് കൂട്ടില്ലല്ലോ. എന്റെ മുഖത്ത് സ്ഥിരമായി വിരിയുന്ന ഭാവം ഡാഷ് ആണ്. ദേഷ്യം, പ്രണയം, നിസ്സംഗത. ദേഷ്യം. ഭയങ്കര ദേഷ്യക്കാരനാ. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ദേഷ്യം ഉണ്ടാവും. രണ്ടാമതായിട്ട് വിരിയുന്ന എന്താ? പ്രണയം. മൂന്നാമതായിട്ടാണോ നിസ്സംഗത? അതെ. ഞാൻ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചാൽ എത്ര നുണ പറഞ്ഞിട്ടുണ്ട്? ഇല്ല, നുണയൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു പോയാൽ സത്യസന്ധമായിട്ട് സത്യം. ഞാനത് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കൂട്ടോ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലെ. ചോദിച്ചു, മാറ്റി മറിച്ച് ചോദിച്ചു, ഒരു കുഴപ്പമില്ല. ഞാൻ പഠിച്ചിട്ടാണ് വന്നേക്കണേ അല്ലേ? പഠിച്ചിട്ടൊന്നുമില്ല, സത്യസന്ധമായിട്ട് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ. നമുക്ക് ബാക്ക് ടു മുന്തിരിവള്ളികൾ. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് പടമാണല്ലോ 2017. അതെ അതെ. അപ്പൊ അതിന് കുറെ കാശ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. കാശ് എനിക്കില്ലല്ലോ, മൊത്തത്തിൽ കാശ് കുറെ വാരിയിട്ടുണ്ടല്ലോ. 25 കോടി മറ്റോ കേരളത്തിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തു അല്ലേ? അതെ അതെ, പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ കളക്ഷന്റെ ഒരു പകുതിയൊക്കെ നമുക്ക് കിട്ടില്ലേ? എനിക്കോ? ഇല്ല, അത് പൈസ മുടക്കുന്ന ആൾക്കല്ലേ. നമുക്കൊരു ഫിക്സഡ് ശമ്പളം ഫിക്സ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞിട്ടൊന്നും 10,000 രൂപ കിട്ടണേ ഒരു വിനയോ ഒക്കെ കാണുമ്പോ. അല്ല, പൈസയേക്കാളും ഉപരി നമ്മളുടെ ഏറ്റവും വലിയ സന്തോഷമല്ലേ സിനിമ വിജയിക്കുക എന്നുള്ളത്. സിനിമ എടുക്കുന്ന സന്തോഷത്തിന് വേണ്ടിട്ട്, അപ്പൊ കാശിന് വേണ്ടിട്ടല്ലേ? രണ്ടും വേണം ഒരേപോലെ. അതാ ഞാൻ ചോദിച്ചത്. 25 കോടിയോളം കേരളത്തിൽ നിന്ന് ഇതുവരെ കളക്ട് ചെയ്തൊരു സിനിമയാണ് മുന്തിരിവള്ളികൾ. ഇതിന്റെ ഓവർസീസ് ഒക്കെ കൊടുത്തു. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് കാശ് വരാറുണ്ട് ഞാറക്കലിലേക്ക്? റൈറ്റ്സ്, തെലുങ്ക്, തമിഴ്, കന്നഡയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഡയറക്ടറായിട്ട് ഡെബ്യൂ ചെയ്യുമ്പോൾ 2014, അതിൽ നിന്നും എത്രമാത്രം വളർന്നുണ്ട്? 2017 ഒക്കെ ആയപ്പോഴേക്കും കുറെ വളർന്നു. അത് ഉറപ്പായിട്ടും വളരുമല്ലോ. ആദ്യ സിനിമയ്ക്ക് നമുക്ക് ശമ്പളം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. രണ്ടാമത്തെ സിനിമയ്ക്ക് നമുക്ക് അത്യാവശ്യം നമ്മൾ ഡിമാൻഡ് ചെയ്യാം. ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നതല്ലേ? അതെ. അപ്പൊ തീർച്ചയായിട്ടും ഡിമാൻഡ് ചെയ്യാം. ഞാൻ പക്ഷെ അങ്ങനെ ഡിമാൻഡ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് സിനിമ നന്നായിട്ട് 1 രൂപ ലാഭം കിട്ടിയാൽ അതിന്റെ ഗുണം ഉണ്ടാവും പ്രൊഡ്യൂസർ പറഞ്ഞുകൊണ്ട് ആ വഴിക്ക് ഞാൻ നോക്കിയിട്ടില്ല. പറഞ്ഞ എമൗണ്ട് ഫിക്സ് ചെയ്ത് പോരുത്. ഇപ്പൊ മലയാളത്തിലെ ഏതൊരു പടം, പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ പടങ്ങൾ ഹിറ്റാവുമ്പോ
ഉടനെ തന്നെ റൈറ്റ്സ് വാങ്ങിക്കാനായിട്ട് തെലുങ്കുന്നും തമിഴുന്നും ഹിന്ദിന്നും ഒക്കെ ആൾക്കാർ വരും അല്ലേ? അതെ അതെ. ഇതിപ്പോ മുന്തിരിവള്ളികളുടെ റൈറ്റ്സ് വാങ്ങിച്ചിട്ട് എവിടുന്നൊക്കെയാ വന്നത്? തെലുങ്കുന്ന് വന്നു അല്ലേ? തെലുങ്കും തമിഴും കന്നഡയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നും ആയിട്ടില്ല, ഫിക്സ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പൊ അതിന്റെ റൈറ്റ്സിന്റെ പോർഷൻ ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ചുരുക്കത്തിൽ ഞാനൊരു കോടീശ്വരനോടാണ് സംസാരിച്ചോണ്ടിരിക്കണേന്ന്. കോടികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ലക്ഷപ്രഭുവിനോടാണ് സംസാരിക്കണേ. അത് വേണമെങ്കിൽ പറഞ്ഞു. കിട്ടും, കിട്ടിക്കഴിട്ടെ എന്നിട്ട് പറയാം. കിട്ടിയിട്ട് കണക്കെടുപ്പ് നടത്താതെ. ഞാൻ കേട്ടതാണ് തമിഴില് ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് രജനീകാന്ത് ആണെന്ന്. ഉലഹന്നാനായിട്ടാണോ? ഇല്ല, ആരെ വെച്ച് ചെയ്യുമെന്ന് ചോദിച്ചു ഇങ്ങനെ ഇതുപോലെ തന്നെ ഒരു അഭിമുഖത്തില്. അപ്പൊ ഞാൻ പറഞ്ഞു രജനി സാറിനെ വെച്ച് ചെയ്താൽ ആഗ്രഹമുണ്ട്. ആഗ്രഹമാണ്. അതെ, നമ്മളെന്നല്ലേ സംവിധാനം ചെയ്യാ. കിട്ടുകയാണെങ്കിൽ അവർ സമ്മതിച്ചാൽ അതിന്റെ റൈറ്റ്സ് തമിഴിൽ എടുക്കുന്ന ആൾക്കാർ സമ്മതിച്ചാൽ നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. ഓ, അത് നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല, അവര് സമ്മതിക്കണോ അല്ലേ? പിന്നെ അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ, സോറി. അപ്പൊ തെലുങ്കിലോ? എല്ലാം അങ്ങനെ തന്നെ. തെലുങ്കിൽ വെങ്കടേഷ് ആണോ? വെങ്കടേഷിന്റെ കമ്പനി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഫിക്സ് ചെയ്തിട്ടില്ല ഇതുവരെ. താല്പര്യം ഏതൊക്കെ ഭാഷയിൽ ഇനിയിപ്പോ സംവിധാനം ചെയ്യണം? തമിഴ് മാത്രമേ താല്പര്യമുള്ളൂ. എന്താ തെലുങ്കിനെന്ന് കുഴപ്പം? എനിക്കറിയില്ല. തെലുങ്കിൽ നല്ലോണം കാശ് കിട്ടുന്ന ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിരിക്കണവരൊക്കെ പറഞ്ഞിട്ടില്ല. കാശ് കിട്ടണ എല്ലാ പരിപാടിക്കും പോകാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇഷ്ടമല്ലേ, പാഷൻ അല്ലേ സിനിമ. അപ്പൊ പിന്നെ ഭാഷയ്ക്ക് അതിർവരമ്പുകൾ ഇല്ലല്ലോ പാഷൻ ആവുമ്പോ. ഷോ ഇല്ല, ഭാഷ നമുക്ക് അത്യാവശ്യം നമുക്ക് പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതിൽ ചെയ്യാൻ പറ്റില്ലെന്നാണ് എന്റെ വിശ്വാസം. സമ്പൂർണ്ണ പരാജയാവും. അതെ. ഹിന്ദി ഓഫർ ഇട്ടാ പോവോ? താല്പര്യമുണ്ട്, ചെയ്താൽ കൊള്ളാന്നൊക്കെ ഉണ്ടാകും, താല്പര്യമുണ്ട്. പുതിയൊരു സിനിമയിൽ നമ്മൾ ഇവിടെ ചെയ്ത സിനിമകൾ ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് നോക്കും. അതേത് ഭാഷയിലാണെങ്കിലും. അല്ല, ഹിന്ദി ആണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാം. നമ്മൾ ഹിന്ദിയിൽ ഒരു സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും പറയാലോ. ഇവിടെ അതനുസരിച്ച് നമ്മുടെ വാല്യൂ കൂടുമല്ലോ, മാർക്കറ്റ് വാല്യൂ അല്ലേ? ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഏത് ഭാഷയിലും ആയിക്കോട്ടെ, അതിന് കുറെ അപ്രിസിയേഷൻ ഉണ്ടാവും, കുറേയേറെ വിമർശനങ്ങളും ഉണ്ടാവും. ഓൺലൈനില് ഞാൻ എവിടേക്കോ 2-3 സ്ഥലത്ത് കേട്ട ഒരു വിമർശനമായിരുന്നു, മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ അനുരാഗ കരിക്കിൻ വെള്ളമായിട്ട് നല്ലൊരു സാമ്യം തോന്നുന്നുണ്ട്, അതിന്റെ കുറച്ചുകൂടി വലിയൊരു വേർഷൻ ആണ്. അങ്ങനെ കേട്ടിരുന്നോ? ഞാൻ കേട്ടിരുന്നു. അതിൽ എനിക്ക് തോന്നിയത് ആ ഒരു പരുക്കനായിട്ടുള്ളൊരു ഭർത്താവിൽ നിന്നും അതിലേക്കുള്ളൊരു ആ ഒരു സാമ്യം ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള 2 തലങ്ങളിലാണ് 2 സിനിമയിൽ നിൽക്കുന്നത്. ചെറിയൊരു സിമിലാരിറ്റി അതിൽ മാത്രമാണ്. ബിജുമേന്റെ ക്യാരക്ടർ മാറുന്നത്, ഭാര്യയെ സ്നേഹിച്ചു തുടങ്ങുന്നത് അതേപോലെ തന്നെ വേണമെങ്കിൽ ഫീൽ ചെയ്യാം. പക്ഷെ നമ്മളെ സിനിമ അതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ഞാൻ അതിനു മുമ്പേ സിനിമ കണ്ടിട്ട് ഞങ്ങൾ സ്ക്രിപ്റ്റ് നോക്കിയപ്പോഴൊക്കെ ഈ ഒരു സാമ്യം ഞാൻ സംസാരിച്ചതാണ് ഞങ്ങൾ. പക്ഷെ അതൊരിക്കലും അങ്ങനെ നമ്മൾ അത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടോ ചെയ്തൊന്നുമല്ല. നമ്മൾ പ്രണയോപനിഷത്തിന്റെ ഒരു ബേസ് വെച്ചിട്ടാണല്ലോ നമ്മൾ സിനിമ ചെയ്തത്. ബൈ ദ വേ, ഒരു പോയിന്റ് ഉണ്ടല്ലോ, അടുത്തടുത്ത വീടുകളിൽ 2 പരുക്കന്മാരായിട്ടുള്ള ഭർത്താക്കന്മാര് താമസിക്കാലോ അല്ലേ? അതെ, അങ്ങനെയാവോ? നമ്മളെ സിനിമ എന്തൊരു കുറ്റം പറയണം അല്ലേ? പിന്നെ ഡൗട്ടുകൾ പറഞ്ഞിരുന്നു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ്. എന്റെ ആയിരിക്കുമോ ട്രailer കണ്ടപ്പോ അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, നിങ്ങൾ കണ്ടുപോക്കൂ, കണ്ടിട്ട് പറഞ്ഞാൽ മതി പറഞ്ഞു. പക്ഷെ കണ്ടിട്ട് എന്റെ അടുത്ത് ഇതുവരെ ആരും നേരിട്ട് പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ട് പറഞ്ഞ ഞാനാണ്. അതെ. പിന്നെ ഈ ഫേസ്ബുക്കിലൊക്കെ ഇത് കാണാൻ പറ്റില്ല. ഫേസ്ബുക്കിൽ നമ്മളത് നോക്കിയിട്ട് നമുക്ക് സിനിമ എടുക്കാനും പറ്റില്ല, ജീവിക്കാനും പറ്റില്ല. മുന്തിരിവള്ളികൾ ഇറങ്ങിയിട്ട് ഇപ്പൊ ഇത്ര ദിവസമായില്ലേ, ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയില്ലേ? കിട്ടി. അപ്രിസിയേഷൻ ആണോ വിമർശനങ്ങളാണോ കൂടുതൽ കിട്ടിയിട്ടുള്ളത്? അപ്രിസിയേഷൻ തന്നെയാണ്. വിമർശനങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എങ്ങനെയൊക്കെയാ ഈ വിമർശനങ്ങൾ അറിയണേ? ഓൺലൈൻ ഉണ്ട്, പിന്നെ നേരിട്ട് വിളിച്ചു പറയുന്നുണ്ട്. സുഹൃത്തുക്കളെല്ലാം നേരിട്ട് വിളിച്ചു പറയുന്നുണ്ട്. ചില ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിപ്പോ ശാലിനി പറഞ്ഞു. ഫസ്റ്റ് ഹാഫിൽ ശാലിനിയല്ലേ എന്റെ അടുത്ത് പറഞ്ഞു? ഫസ്റ്റ് ഹാഫിൽ അല്ല, ആരാണ്? ഞാൻ മനുഷ്യർക്ക് സങ്കടമുള്ള കാര്യങ്ങളൊന്നും പറയാറില്ല. ഇപ്പൊ കുറച്ചു നേരം മുമ്പ്, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ വന്നതിന് ശേഷം ആരോ എന്റെ അടുത്ത് പറഞ്ഞു ഫസ്റ്റ് ഹാഫ് മാത്രം കുറച്ച് ലാഗ്. അപ്പൊ ഞാൻ പറഞ്ഞു അത് ലാഗ് നമ്മൾ ഉണ്ടാക്കിയ ലാഗാണത്. സെക്കൻഡ് ഹാഫിലെ പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിച്ചിൽ ആ ക്യാരക്ടറിലുള്ള ഒരു ഇതാണ്. ശരിക്കും ലാലേട്ടന്റെ ക്യാരക്ടർ കുറച്ച് റഫായിട്ടാണ് കുറച്ചു നേരം പോകുന്നത്. ലാലേട്ടൻ ചിരിക്കുന്നത് തന്നെ കുറെ സമയം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത് നമ്മൾ സിനിമയ്ക്ക് മനഃപൂർവ്വം നമ്മൾ ഉണ്ടാക്കിയ ലാഗ് തന്നെയാണ്. ശരിക്കും ലാഗല്ല, അതിന്റെ ഒരു ഡ്രൈ അവസ്ഥ. പിന്നെ എന്തൊക്കെ വിമർശനങ്ങളാണ് കേട്ടിട്ടുള്ളത്? ചിലർക്ക് സെക്കൻഡ് ഹാഫാണ് കൂടുതൽ ഇഷ്ടമായത്, ചിലർക്ക് ഫസ്റ്റ് ഹാഫ്. ചെറിയ പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതല്ലാതെ സിനിമ മോശമാണെന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്റെ അടുത്ത്. നമ്മള് പിന്നെ പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അല്ലേ? 1-2 ഫ്ലോസ് ഒന്നും ഇല്ലെങ്കിൽ എങ്ങനെ സിനിമ എടുക്കണേ? നമ്മൾ ആരായി പിന്നെ? അതെ. അല്ല, ആൾക്കാർ പല രീതിയിലുണ്ട്. ചില ആൾക്കാർ വിമർശനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് മനസ്സിലേക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്, ചിലർ പ്രതികരിക്കുന്നവരുണ്ട്, ചിലർ മിണ്ടായിരിക്കുന്നവരുണ്ട്. ജിബു ജേക്കബ് എങ്ങനത്തെ ആളാ? വിഷമം ഉണ്ടാവാറുണ്ട് ശരിക്കും പറഞ്ഞു. ചില ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലൊക്കെ ചിലരൊക്കെ പറയാറുണ്ട്. ചിലരൊക്കെ അതിൽ വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷെ എനിക്ക് എന്റെ 2 സിനിമയിലും അങ്ങനെയുള്ള ഒരു ശക്തമായ, എനിക്കൊന്ന് വെള്ളിമൂങ്ങിയും മുന്തിരിവള്ളികൾക്കും ഒട്ടും മൈനസ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിട്ടില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ദൈവം സഹായിച്ചു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ എന്തായാലും സാധാരണ മനുഷ്യരല്ലേ, നമുക്ക് എന്തായാലും വിഷമം ഉണ്ടാവും, വേദന ഉണ്ടാവും. പിന്നെ അത് തിരുത്താനുള്ള, പിന്നെ നമ്മുടെ തെറ്റാണെന്ന് തോന്നിയാൽ നമ്മൾ തിരുത്താനുള്ള ശ്രമങ്ങളുണ്ടാവും. സങ്കടം വന്ന ആരോടാ സംസാരിക്കുക? ആരോട് സംസാരിക്കില്ല, ഉള്ളിൽ ഒതുക്കുക. അല്ലാതെ ഭാര്യയുടെ അടുത്ത് പറയും ഇങ്ങനെ ഇതുണ്ടായി, ഒരു വിഷയം ഉണ്ടായി എന്നൊക്കെ ഭാര്യയുടെ അടുത്ത് പറയും. അല്ലെങ്കിൽ എന്റെ അനിയന്മാരുടെ അടുത്ത്, അനിയനുണ്ടെങ്കിൽ അനിയന്റെ അടുത്ത് പറയും. അതല്ലാതെ വേറെ ആരുടെ അടുത്ത്, അടുത്ത സുഹൃത്തുക്കൾ ആരോടെങ്കിലും എന്റെ അസിസ്റ്റൻസ് 2-3 പേരുണ്ട്, അവരുടെ അടുത്തൊക്കെ പറയാറുണ്ട്. ഭാര്യ വലിയ സപ്പോർട്ടാ? ഭാര്യ ഭയങ്കര സപ്പോർട്ടാ. എന്ത് ചെയ്യണേ? ഭാര്യ വീട്ടമ്മ. പറയുമ്പോ ഒരു സുഖമില്ലായ്മ. ഭാര്യ വീട്ടമ്മ.
മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞ മനോഹരമായ ചിത്രത്തിൽ ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ പ്രണയിക്കണം, എങ്ങനെ ജീവിക്കണം എന്നൊക്കെ പഠിപ്പിച്ച ആള് ഭാര്യയെ കുറിച്ചൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ എനർജി ആവാം. അല്ല, ഭാര്യയെ കുറിച്ച് പറയുമ്പോൾ എനർജി കുറവൊന്നുമില്ല എനിക്ക്. ഭാര്യ എന്റെ ഒരു റൈറ്റ് ഹാൻഡ് തന്നെ ശരിക്കും പറഞ്ഞു. എന്റെ സിനിമയുടെ ഇപ്പോൾ 2 വർഷത്തോളം ഞാൻ പറഞ്ഞില്ല, വെള്ളിമൂങ്ങ തിയേറ്ററിലേക്ക് എത്തിക്കാൻ 2 വർഷത്തോളം എന്റെ കൂടെ തന്നെ ധൈര്യമായിട്ട് നിന്നിരുന്നതാണ്. എല്ലാ പട്ടിണിയിലും എല്ലാത്തിലും കൂടെ വന്ന് തന്നെയാണ്. തിരക്കഥ രൂപീകരണത്തിലൊക്കെ അവള് ഇടപെടാറുണ്ട്, പല കാര്യങ്ങളും പറയാറുണ്ട്, സജഷൻസ് പറയാറുണ്ട്. പലതും ഞാൻ അംഗീകരിക്കാറുണ്ട് ചില കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ചില നടികടന്മാരെ കാസ്റ്റ് ചെയ്യുക, എന്റെ സിനിമ 2 സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ കാസ്റ്റിംഗ് ആണ്. എല്ലാവരും കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത്, ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആൾക്കാർ തന്നെയാണെന്ന് പറഞ്ഞത്. അതിന്റെയൊക്കെ കുറെ ക്രെഡിറ്റ് എന്റെ ഭാര്യയ്ക്കാണ്. മോഹൻലാലിന്റെ ഭാര്യയായിട്ട് മീനമതി എന്നാരാ പറഞ്ഞത്? അല്ല, അത് നമ്മള് സോഫി ചേച്ചി എല്ലാവരും കൂടി ആലോചിച്ചു. ആദ്യമേ തന്നെ ആ ഒരു പേരുണ്ടായിരുന്നു. 2-3 വർഷം മുമ്പാണല്ലോ ദൃശ്യം വന്നത്. അപ്പൊ അത് വേണോ എന്നുള്ള രീതിയിൽ ഞാനൊരു എന്റെ മനസ്സിലൊരു ഇത് ഇട്ടിരുന്നു. പക്ഷെ നമ്മൾ വേറൊരാളെ അന്വേഷിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളില്ല ശരിക്കും നമുക്ക് മലയാളത്തിലേക്ക്. അങ്ങനെ അത്തരം ഒരു വീട്ടമ്മയായിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും മീനയിലേക്ക് എത്തി. മീന എടുത്ത് കഥ പറഞ്ഞു. മീനയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കഥ. മീന വന്ന് ആദ്യത്തെ സീൻ അഭിനയിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് മീനയ്ക്കല്ലാതെ വേറെ ആരില്ല. അത് മാത്രമല്ല അത്രയും നല്ലൊരു കെമിസ്ട്രി അഭിനയത്തിലുള്ള 2 പേരെയും നമ്മൾ എന്തിനും ഒഴിവാക്കണം. വൈഫ് കുറച്ച് കാസ്റ്റിങ്ങിനൊക്കെ സഹായിച്ചു എന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയായിരുന്നു വെള്ളിമുങ്ങയിൽ കാസ്റ്റ് ചെയ്തത്, ആരൊക്കെയായിരുന്നു മുന്തിരിവള്ളികളിൽ കാസ്റ്റ് ചെയ്തത്? കേട്ടെ. അല്ല, അഭിപ്രായങ്ങളിലാണ് പലതും. വെള്ളിമുങ്ങയിൽ സാജു നവോദയെ ശരിക്കും കാസ്റ്റ് ചെയ്ത അവള് തന്നെ, വീണ നേരെ കാസ്റ്റ് ചെയ്തതും അവള് തന്നെ, പഞ്ചായത്ത് പ്രസിഡന്റ്. ഇതിലോ മുന്തിരിയിലോ? അല്ല, മുന്തിരിയിൽ അങ്ങനെ എത്തിക്കൊണ്ട് വന്നിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വരുമ്പോൾ അവള് കറക്റ്റാണ്, അത് കറക്റ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ളൂ. ചില സമയത്ത് നമ്മൾ ലൊക്കേഷനിൽ തന്നെ മാറേണ്ടി വരും. ചില ഡേറ്റുകളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മളുടെ കാസ്റ്റിംഗ് ഏതാണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏതെങ്കിലും ആൾക്കാരെ കിട്ടാഞ്ഞിട്ട് പകരമായിട്ട് ആരെങ്കിലും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അതൊക്കെ ഉണ്ട്. ആരാ? അതൊന്നും പുറത്തു പറയില്ല. ഇതെന്തൊന്നും പറയാതെ എന്തിനാ ഇവിടെ വന്നത്? മനസ്സ് തുറക്കാൻ വേണ്ടിട്ടല്ലേ? അതല്ല, അത് ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കേണ്ടത് തന്നെ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, നമ്മൾ അവരെ ഒഴിവാക്കി. അല്ലെങ്കിൽ അത് അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇനിയും അവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യണം, മനസ്സിലായില്ലേ? ഇതല്ല എന്റെ അവസാനത്തെ പടം അല്ലേ? അതെ അതെ. എന്നോട് സ്വകാര്യമായിട്ട് പറയോ? പറയാ. സ്വന്തം സിനിമയ്ക്ക് വേണ്ടി നല്ലോണം പണിയെടുക്കുന്ന ഒരു സംവിധായകനാണ് സാക്ഷാൽ ജിബു ജേക്കബ് എന്ന് പറഞ്ഞ. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ഉറപ്പിച്ചങ്ങോട് പറഞ്ഞോ. പിന്നെ ശരിയല്ല. ഈ പടത്തിന് വേണ്ടിയിട്ടും കുറെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഉറപ്പായിട്ടും. കാസ്റ്റിന് വേണ്ടിയിട്ടും ഓരോ കഥാപാത്രങ്ങളുടെ മാനറിസംസും ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് തന്നെയല്ലേ ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്നത്. അല്ല, കുറെ പേരെ അവര് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമൊന്നുമല്ല. സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി ഒരു ഇതാണല്ലോ, ഒരു കൂട്ടായ്മയാണല്ലോ. ഇതില് തന്നെ ഓരോരോ കഥാപാത്രങ്ങൾക്കുള്ള മാനറിസംസ് സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ, ചൂണ്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ആരുടെയൊക്കെയാ? നമ്മുടെ പല സുഹൃത്തുക്കളുടെയും പല കാര്യങ്ങളും, നാട്ടിലുള്ള പല രാഷ്ട്രീയക്കാരുടെയും അല്ലെങ്കിൽ പല എല്ലാവരുടെയും ഉണ്ട്. കുറച്ചു മുന്നേ എടുത്ത് പറഞ്ഞില്ലേ വെള്ളിമൂങ്ങയില് മാമച്ചൻ നാട്ടുകാരൻ തന്നെയാണ്. അതെ അതെ അതെ. ആളിപ്പോഴും ഉണ്ടോ? ആളിപ്പോഴും ഉണ്ടാന്ന് ചോദിച്ചാൽ അതിപ്പോ പറയണ്ട. അതെന്താ, എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് ചെല്ലാനുള്ളതല്ലേ. ഈ സിനിമയില് മുന്തിരിവള്ളികളില് അങ്ങനെ എടുത്ത മാനറിസംസ് എന്തൊക്കെയാ? ഞാൻ പറഞ്ഞില്ല, അതൊന്നും ഓപ്പൺ ആയിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ പല ആൾക്കാരെയും കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതികളിലുണ്ടാവും. അപ്പൊ നമ്മളത് ഓപ്പൺ ആയിട്ട് പറയാതിരിക്കണം ഏറ്റവും നല്ലത്. പടം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവോ? ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നെയാണ് ഇവൻ കുത്തിയതെന്ന്. ഇതില് സുരാജിന്റെ ക്യാരക്ടർ ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ബുദ്ധിമുട്ട് നാട്ടുകാരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞ ആളാ. ശരീരത്തിൽ ഓപ്പറേഷൻ ചെയ്ത പാടം ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ട് സിമ്പതി വാങ്ങിക്കുന്ന ഒരാളാ. അങ്ങനത്തെ ആള് നാട്ടിലുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനത്തെ ആള് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. ആരാന്ന് ഞാൻ ചോദിക്കില്ല. യെസ് ഓർ നോ പറഞ്ഞാലും പ്രശ്നമാ. അതിലേക്ക് എത്തിക്കുക അല്ലേ? കുടുംബത്തിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ടോ? പിന്നെ എന്റെ ഭാര്യ പറയുമല്ലോ, ഫസ്റ്റ് ഹാഫിലുള്ള ലഹന്നാൻ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും, സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയിട്ടില്ലെന്നാ പറഞ്ഞത്. ഇപ്പോഴും നമ്മള് ചിരിക്കൊന്നുമില്ല. ചിരിക്കാറങ്ങിട്ട്, പക്ഷെ അവൾക്ക് അറിയാന്ന് തോന്നുന്നു ഉള്ളിലുണ്ടെന്ന്, ഉള്ളിൽ എവിടെയോ ഉണ്ടെന്ന്. അത് ശരിയാ. ഒരു ഭർത്താവിനെ സ്വന്തം ഭാര്യയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ മനസ്സിലാവാ. അങ്ങനെ സ്വന്തം ഭാര്യ ഈ പടം കണ്ടിട്ട് എങ്ങനെയൊക്കെയാണ് ജിബു ജേക്കബിനെ വിലയിരുത്തിയത്? ഉലഹന്നാനുമായിട്ട് തട്ടിച്ചിട്ടോ? ആ പരുക്കൻ സ്വഭാവത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഭാര്യയായിട്ട് പ്രണയിക്കുന്നില്ലെന്നാണ് അവളുടെ പരാതി. ആണോ? സിനിമ എടുക്കാനൊക്കെ കൊള്ളാം, ജീവിതത്തിൽ പറ്റൂല. അതെ, ജീവിതത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാ പറയണത്. ഇപ്പോഴും നാട്ടുകാർക്ക് വേണ്ടി മാത്രം സിനിമ എടുത്താൽ പോലെ നിങ്ങളുടെ ജീവിതത്തിലും അത് വേണമെന്നുള്ള രീതിയിലാണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാര്യയുടെ അടുത്ത് പ്രണയത്തോടു കൂടിയൊക്കെ പെരുമാറുന്ന ഒരു ഉത്തമ ഭർത്താവാണ്. അല്ല, മോശം. നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയൂ എന്തൊരു മനുഷ്യനാണെന്ന്. പ്രത്യേകിച്ച് വീട്ടുകാർ പറയും. എന്താ പറയാ, അല്ല, ഞാൻ ഭാര്യയെ സന്തോഷിപ്പിക്കുന്ന രീതികളിലൊക്കെ കുറവാണ് ശരിക്കും. ഞാൻ അതിൽ കൂടുതലും കൂട്ടുകാരായിട്ടും നാട്ടുകാരുമായിട്ടാണ് കൂടുതൽ സമ്പർക്കം. വീട്ടിൽ വളരെ കുറച്ച് സമയം ഉണ്ടാവാറുള്ളൂ. ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും മാത്രം. അതാണ് അവളുടെ പരാതി. ഈ സിനിമ അങ്ങോട്ട് ഞാൻ മാറ്റിവെച്ചാല് സ്വന്തം ജീവിതം എക്സാമ്പിൾ ആക്കിയിട്ട് എങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാൾക്ക് ഉപദേശം കൊടുക്കും സാക്ഷാൽ ജിബു ജേക്കബ്? എങ്ങനെ വേണം ഒരു ദാമ്പത്യ ജീവിതം? പറയൂ, ഞാൻ കേൾക്കട്ടെ. എന്നോട് പല സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ പറയാറുണ്ട്, ഈ സിനിമ ഞങ്ങളെ കുറെ 10 ധ്യാനം അല്ലെങ്കിൽ പ്രസംഗങ്ങളെല്ലാം ഒന്നുമല്ല, നിങ്ങളുടെ ഒറ്റ സിനിമയാണ് ഏറ്റവും. അതൊരു വലിയ സന്തോഷം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
സിനിമ കാണുക. എല്ലാരും പറയുക സ്വന്തം ജീവിതത്തിൽ നിന്ന് എടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടി തീവ്രത കൂടുന്നതാണ് ഓരോ സിറ്റുവേഷൻസ് ഒക്കെ. ഇത് സ്വന്തം ജീവിതത്തിൽ വളരെ അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് ഇതുപോലെ സിനിമ എടുത്തത്? പറഞ്ഞിട്ടില്ല ഇത് എന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത സിനിമയാണെന്ന്. എന്റെ ഭാര്യ അതുമായിട്ട് റിലേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതെന്റെ കുറ്റമല്ല അല്ലേ? ഞാറക്കലാണ് മുഴുവൻ പഠിച്ചതെന്നൊക്കെ പറഞ്ഞില്ലേ, അതിനുശേഷം നേരെ സിനിമയിലേക്കായിരുന്നോ എൻട്രി? നേരിട്ട് സിനിമയിലേക്കല്ല, ഞാൻ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയായിരുന്നു ട്രിവാൻഡ്രത്ത്. എനിക്ക് ഫോട്ടോഗ്രാഫിയോട് അത്യാവശ്യം നല്ല താല്പര്യം ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് പഠിക്കാൻ പോയത്? അതെ അതെ. അതിനുശേഷം സിനിമയായിരുന്നു മോഹം? ആ സിനിമ തന്നെ, സിനിമയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് സാലു സാറിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. സാലു ജോർജിന്റെ കൂടെ? സാലു ജോർജിന്റെ കൂടെ. എത്ര വർഷം സിനിമാറ്റോഗ്രാഫറായി? സിനിമാറ്റോഗ്രാഫറായി 12 വർഷത്തോളം ഉണ്ടായിരുന്നു. ഈ 12 വർഷം ഒരു സിനിമ സംവിധാനം ചെയ്യാന്നുള്ളായിരുന്നു സ്വപ്നം? എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായുള്ളൂ, അല്ലാണ്ട് ഇത്ര പെട്ടെന്നൊന്നും ഞാൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചല്ല. ഇത് പെട്ടെന്നായി പോയതാണോ? അപ്പോ പിന്നെ ഉറപ്പായിട്ടും ഫോട്ടോഗ്രാഫറായിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. വേണമെന്ന് വെച്ച് ചെയ്തതല്ല? അപ്പൊ വെള്ളിമൂങ്ങ വേണമെന്ന് വെച്ച് തന്നെ ചെയ്തതാണ്. വേറെ ഡയറക്ടേഴ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അടുത്ത് വന്നു ജോജി. ജോജിയാണ് സ്ക്രിപ്റ്റ്. അപ്പൊ ജോജി വന്ന് കഥ പറഞ്ഞപ്പോ ഞാൻ അതിൽ കുറെ മാറ്റങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് പറയുമ്പോൾ ഒരു ഡയറക്ടർ അടുത്ത് പറയുമ്പോൾ ഒരു എനിക്ക് കൂടി ഇഷ്ടപ്പെട്ടിട്ട് അതെ, അങ്ങനെ ഞങ്ങൾ അതിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു. ഒരു 6-7 മാസത്തോളം അതിൽ വർക്ക് ചെയ്തു, ഞാനും ജോജിയും കൂടി ഇരുന്നു. അപ്പൊ എന്റെ രീതിയിലും കുറെ മാറ്റങ്ങൾ അതിൽ വരുത്തി. അങ്ങനെയാണ് അത് പോയി 1-2 ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോയി പറഞ്ഞു, അവർക്കൊന്നും ഇഷ്ടമായില്ല. ഏതൊക്കെ ഡയറക്ടേഴ്സ് ആയിരുന്നു? അയ്യോ അത് വീണ്ടും ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യേണ്ടത് തന്നെയാ. ഇവിടെ സ്പോട്ട്ലൈറ്റ് വന്നിട്ടൊന്നും പറയണില്ലല്ലോ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം എന്തിനാ പറയുന്നത്? ശരിക്കും അമ്മാരി ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുള്ളൂ അല്ലേ? പറഞ്ഞോ. എന്നിട്ട് അപ്പൊ ഒരാള് കുറച്ചേ കേട്ടുള്ളൂ, ഒരു 10-12 സീനേ കേട്ടുള്ളൂ. അടുത്ത ആള് ഒരു പകുതിയോളം കേട്ടുള്ളൂ. പോരാ, ഇതൊന്നും പോരാ എന്നൊക്കെ പറഞ്ഞു തിരിച്ചു വിട്ടു. ഇവന് ഭയങ്കര വിഷമമായി. അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു ധൈര്യത്തിന് വേണ്ടി പറഞ്ഞാണ്, ഇത് ആരും ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്തോളടാ, ഒരാവേശത്തിന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആർട്ടിസ്റ്റിനെ ഫിക്സ് ചെയ്തു. അത് ഞാൻ ബിജുവിന്റെ പേര് പറഞ്ഞു, ജോജി വേറൊരാളുടെ പേര് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞേടാ ഇതാണ് ബിജു ചെയ്താൽ അതിനൊരു ഫ്രഷ്നസ് ഉണ്ടാവും. ബിജു പിന്നെ നല്ല ഓർഡിനറി ഒക്കെ കഴിഞ്ഞ ആ സമയമാണ്. ഓർഡിനറി ചേട്ടായിസിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് ഞാൻ പോയി ബിജുവിന്റെ അടുത്ത് കഥ പറയുന്നത്. ബിജുവിന്റെ ഫ്ലാറ്റിൽ കയറി വാലടച്ചിട്ടിട്ട് ഒറ്റ അടിക്ക് കഥ പറഞ്ഞു. ബിജുമേൻ ഒരു റിയാക്ഷൻ ഇല്ലാതെ ഇരുന്ന് കഥ കേട്ടു. അപ്പൊ ടെൻഷനായി നമുക്ക്, ഇത് ശരിയാണോ ഇല്ലെന്ന്. പക്ഷെ കഥ കേട്ട് കഴിഞ്ഞ് വന്ന് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നാടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ കോൺഫിഡൻസിൽ നിന്നാണ് ഞാൻ ഡയറക്ടർ ആയത്. ശരിക്കും ബിജുവിന്റെ കണ്ണുകളിൽ കണ്ട ആ ഒരു ഇതാണ്, തെളിച്ചമാണ് ശരിക്കും എന്നെ ഡയറക്ടറാക്കിയത്. സിനിമാറ്റോഗ്രാഫർ ജിബു ജേക്കബ് എന്ന് പറഞ്ഞ പേരിൽ നിന്ന് ഡയറക്ടർ ജിബു ജേക്കബ് ആയത്. അതെ. ഇനി അടുത്ത എന്താ ആഗ്രഹം? സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇല്ല അതില്ല. പിന്നെന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്? സിനിമയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം? നമ്മൾ വളരുന്നത് അങ്ങനെയാണല്ലോ. സിനിമയിൽ നല്ല നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി ഫോട്ടോഗ്രാഫി ഇനിയും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വേറൊരു ഡയറക്ടറുടെ കൂടെ നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളുടെ സ്റ്റൈലിൽ നിന്നും മാറി വേറെ ടൈപ്പ് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേത് ടൈപ്പാ? ആക്ഷൻ പടങ്ങള്, ഹൊറർ, പിന്നെ ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾ, എല്ലാ ടൈപ്പ് സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ കുറച്ച് നാളത്തേക്ക് നമുക്കൊന്ന് പിടിച്ചു നിൽക്കാനുള്ള കുറച്ച് സിനിമകൾ ചെയ്തേ പറ്റുള്ളൂ. വലിയ സേഫ് കളി. അതെ, കുറച്ച് സേഫ് ആയിട്ട് നിന്ന് കളിക്കണം. ഞാൻ ചോദിച്ചത് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടെന്നോ? ഒന്ന് സിനിമ സംവിധാനം, സിനിമാറ്റോഗ്രാഫി, ഫോട്ടോഗ്രാഫി, പ്രൊഡ്യൂസർ ആവുക, പിന്നെ ഇത്രയൊക്കെ പോരെ ആഗ്രഹങ്ങൾ. ഇത്രയുള്ള സിനിമയിൽ ചെയ്യാനായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അഭിനയിക്കാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ഒരു സിനിമയിൽ, ബെന്നിൽ ചെയ്തിട്ടുണ്ടല്ലേ? അത് പക്ഷെ എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ വേറെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ ബിബിനാറ്റിലിന്റെ കൂടെ മാത്രമേ അഭിനയിക്കാൻ താല്പര്യമുള്ളൂ. അവന്റെ ആൾക്കാരെ അഭിനയിപ്പിക്കാനുള്ള ഒരു കഴിവ് ഭയങ്കര, അത് ഞാൻ വേറൊരു ഡയറക്ടറിലും കണ്ടിട്ടില്ല. നമുക്കുണ്ടോ? ഇല്ല, എനിക്കില്ല. അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാരെ മുന്നിൽ വന്ന് നിന്നാ ഞാൻ അതെ. ശരി, ഈ റൗണ്ടിന്റെ പേര് പഞ്ച് കാ പഞ്ച് എന്നാണ്. ഒന്നുമില്ല, അതിൽ ഞാനൊരു 5 വാക്ക് പറയും. ആ വാക്ക് ഞാൻ പറയുമ്പോ എന്താണോ ആദ്യം മനസ്സിൽ വരുന്നത് അതങ്ങോട്ട് പറഞ്ഞാൽ മതി. ബസ് യാത്ര. വരവേൽപ്പ്. ബസ് യാത്ര എന്ന് പറഞ്ഞാൽ വരവേൽപ്പാണല്ലോ. നമ്മുടെ ബസ് യാത്ര ഓർമ്മ വന്നില്ല? മുന്തിരിവള്ളികളിൽ നമ്മൾ അതിന് ശേഷമാണല്ലോ വന്നത്. ശരിക്കും വരവേൽപ്പ് നമ്മുടെ സിനിമ സമയത്തുള്ളതാണല്ലോ. നമ്മൾ സിനിമ കാണുന്ന സമയം പോലെ ഉള്ളതാണല്ലോ. ബസ് കയറുമ്പോൾ ഉറങ്ങുന്ന ആളാ? നന്നായിട്ട് ബസ് കയറി അപ്പൊ ഉറങ്ങും. കൂർക്കമലിക്കോ? അതെ. ശരി, കൈക്കൂലി എന്ന് കേൾക്കുമ്പോ കൊടുത്തിട്ടുണ്ടോ? സത്യം പറ. കൊടുത്തിട്ടുണ്ടാവും, ഉറപ്പായാലും. ഏത് മലയാളിയും കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും കൂടിയ തുക എന്താ കൊടുത്തിരിക്കണം? ഓർമ്മയില്ല കേട്ടോ. അല്ല, കൈക്കൂലി അങ്ങനെ ചിലപ്പോ പൈസ ആയിട്ടായിരിക്കില്ല, ചിലപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. കുപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അല്ല, ഞാൻ അതൊന്നും എനിക്ക് ഓർമ്മയില്ല. കൊടുത്തിട്ടുണ്ട് എന്തായാലും. ഞാറക്കനല്ലേ വീട്? അതെ. അപ്പൊ ഈ ചെമ്മീനൊക്കെ ഇട്ട് കുറെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അതെ, മീനായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇഷ്ടംപോലെ മീൻ കിട്ടില്ലേ ഇവിടെ? ഞണ്ടും കരിമീനൊക്കെ കിട്ടില്ലേ? മീൻ ആവശ്യത്തിന് കിട്ടും. കൊടുത്തിട്ടുണ്ട് എന്തായാലും കൈക്കൂലി. കൊടുക്കുന്നത് വാങ്ങിക്കുന്നതൊക്കെ ശിക്ഷാർഹം അറിയാലോ അല്ലേ? അത് എല്ലാവർക്കും ബോധ്യം ഉണ്ടെങ്കിൽ ഇവിടെ കൈക്കൂലി ഉണ്ടാവില്ല. അല്ല, പറഞ്ഞതല്ലോ. ചോദ്യം ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതിന്റെ ശിക്ഷയൊന്നുമില്ല. ശരി, ഹോംവർക്ക് എന്ന് പറയുമ്പോ വീട്ടിലെ അമ്മയെ ഓർമ്മ വരും. അല്ല, നമ്മളിപ്പോ ചെറുപ്പത്തിലെ അതാണല്ലോ ഹോംവർക്ക് ചെയ്യടാ പോയിട്ട്.
അല്ലു വരെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല പഠിക്കാൻ മിടുക്കനായിരുന്നോ മണ്ടനായിരുന്നോ? മണ്ടനായിരുന്നു. എന്തൊരു അഭിമാനത്തിലാ പറയണേ. ഏറ്റവും ടഫായിട്ടുള്ള സബ്ജക്ട് ഏതായിരുന്നു അപ്പൊ? ഹിന്ദി. മാലു നെഹി മറവി എന്ന് പറയുമ്പോ? മറവി എന്ന് പറയുമ്പോ എന്നെ തന്നെ ഓർമ്മ, ഞാൻ മറവി കൂടുതലുള്ള ആളാ. ചേട്ടാ 1 കിലോ അരി പഞ്ചസാര എന്ന് പറഞ്ഞാൽ വാങ്ങിക്കൂല? മറന്നുപോകും. ഞാൻ എഴുതി കൊണ്ടുപോകണം, എനിക്ക് എന്നാലേ ഓർക്കുള്ളൂ. മറവി പല സമയത്തും ദുരിതങ്ങളായിട്ടുണ്ട്. ഇപ്പൊ ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് കണ്ണാടി തപ്പുമ്പോൾ കാണില്ല, അതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അങ്ങനെ പല ഇപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫ്ലാറ്റിന്റെ കീ എടുക്കാൻ മറന്നു പറഞ്ഞു ചിലപ്പോൾ അതിന്റെ ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോകണം വീട്ടിലേക്ക്. മറവി സ്ഥിരം രോഗമാണല്ലോ. പ്രണയം എന്ന് പറയുമ്പോൾ മുന്തിരിവള്ളികൾ തിളക്കുമ്പോൾ അപ്പോഴും സ്വന്തം മുഖം ഓർമ്മയില്ല, സ്വന്തം കുടുംബം ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല അല്ലേ? അപ്പൊ 17 വയസ്സിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ? അതൊക്കെ മറന്നില്ലേ, വിട്ടില്ലേ അതൊക്കെ. എന്തായിരുന്നു പേര്? നേരത്തെ പറഞ്ഞല്ലോ. പേര് പറഞ്ഞിട്ടില്ല. ഇല്ല അല്ലേ? ഇട്ട് നോക്കിയതാ. പരിചയമുണ്ട് ആ കുട്ടീനെ ഇപ്പോഴും? ഞാൻ കണ്ടായിരുന്നു കുറെ ആൾ മുമ്പ്, എവിടെ ബസ്സിൽ എവിടെ വെച്ച് കണ്ടായിരുന്നു. ഇപ്പോഴല്ലേ ടെക്നിക്ക് പിടികിട്ടിയത്? ഉലഹന്നാൻ വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടീനെ കണ്ടാൽ സ്വന്തം ജീവിതം നിർത്തല്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വൺ വേ ആയിരുന്നു. അതൊക്കെ ഞാൻ പ്രണയിക്കുന്നതല്ലാതെ അവരിങ്ങോട്ട് പ്രണയിക്കണ്ടേ, നല്ലൊരു പ്രണയമാവുള്ളൂ. ഈ 46-ാം വയസ്സിലും ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിച്ചു എന്റെ കുടുംബം കിടക്കാനായിട്ടാണ് ഇവിടെ വന്ന് കൊണ്ടുവന്നിരുത്തിയതല്ലേ മനസ്സിലിപ്പോ? അല്ലേ? ഉറപ്പായിട്ടും ആ നോട്ടത്തിന്ന് എനിക്ക് മനസ്സിലായി. ഇനി അടുത്തൊരു സിനിമ ഇറക്കുകയാണെങ്കിൽ എന്തായിരിക്കും പ്രമേയം? ഞാൻ പറഞ്ഞു അതൊന്നും നമ്മൾക്ക് ഇന്ന പ്രമേയം ആണ് ചെയ്യാൻ പറ്റുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സ്പോട്ട്ലൈറ്റിൽ തുടങ്ങിയ സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേണ്ട രീതിയിലുള്ള കഥകൾ കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ എനിക്ക് വേണ്ട കഥകൾ? അല്ല, എന്നെ ഇഷ്ടപ്പെടുത്തണം ആദ്യം എനിക്ക് അത് ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു വിശ്വാസത്തിലേക്ക് വരണം. അത് ഈ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ടുള്ള കഥകൾ മാത്രമേ ചെയ്യുള്ളൂന്നുണ്ട്? അങ്ങനെയില്ല, എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന എനിക്കൊരു വിശ്വാസം വരണമല്ലോ ആദ്യം ഏത് സിനിമ ചെയ്യുമ്പോഴും. ഇപ്പൊ ഈ 2 സിനിമ സൂപ്പർ ഹിറ്റ് ആയ സ്ഥിതിക്ക് സൂപ്പർ ഹിറ്റ് സംവിധായകനാണെന്ന് സ്പോട്ട്ലൈറ്റിൽ തുടങ്ങിയപ്പോ തന്നെ സമ്മതിക്കുകയും ചെയ്തു. ഇനി ഒരു നല്ലൊരു കഥ കിട്ടുകയാണെങ്കിൽ, ഒരു ഫാമിലി സബ്ജക്ട് കിട്ടുകയാണെങ്കിൽ ആരെയൊക്കെ വെച്ച് ചെയ്യാനാ താല്പര്യമുള്ളത്? നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ, ഇന്ന ആൾ എന്റെ പടത്തിൽ നായകനാക്കണം എന്നൊക്കെ. ദിലീപിനെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ദുൽഖറിനെ വെച്ച് ചെയ്യണമെന്നുണ്ട്, നിവിൻ പോളിയെ വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ചാക്കോച്ചനെ വെച്ച് എല്ലാവരും വെച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലും എല്ലാം സാധിക്കുമെന്ന് വിചാരിക്കാം. നമുക്ക് ആഗ്രഹിക്കാമല്ലോ അല്ലേ? നമുക്കെല്ലാം ആഗ്രഹിക്കാമല്ലോ. മമ്മൂക്കയെ വെച്ച് ചെയ്യണമെന്ന് അയ്യോ വലിയ ആഗ്രഹമാണ്, മമ്മൂക്കയെ വെച്ചൊരു പടം ചെയ്യണമെന്നുള്ളത്. ഒരു സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ, ഒരു സിനിമ അല്ല 2 സിനിമ ഹിറ്റ് ആകുമ്പോഴേക്കും ഞാൻ കേട്ടിട്ടുണ്ട് പുതിയ സംവിധായകരാണെങ്കിലും പിന്നെ പിന്നാലെ നിൽക്കുന്ന നിർമ്മാതാക്കളൊന്നും ഇഷ്ടം പോലെ. ഇപ്പൊ എത്ര പേര് ക്യൂലുണ്ട്? കുറെ പേരുണ്ട്, അതിൽ കുറെ പേര് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. 10 പേര് കൂടുതലൊക്കെ 20 ഉണ്ടാവും. 20 മേലെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പറയണ എമൗണ്ട് വെച്ചിട്ടൊക്കെ തരും? അല്ല, അതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ആ എമൗണ്ട് സംസാരിക്കുന്ന രീതിയിലേക്കൊന്നും എത്തിയിട്ടില്ല. എന്തായാലും പല ആൾക്കാരും വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, പ്രോജക്ട് ഉണ്ടെങ്കിൽ ഉടനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നു. ഇന്നൊരു ദിവസം എത്ര കോൾസ് വന്നു? 2-3 പേര് വിളിച്ചിട്ടുണ്ട്, പ്രോജക്ടിന്റെ പേര് പറഞ്ഞിട്ട്. ഇനി അങ്ങോട്ട് സംവിധായകനായിട്ട് തന്നെ അറിയപ്പെടാൻ തന്നെയാണ് ഇഷ്ടം? ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫോട്ടോഗ്രാഫി ചെയ്യണം. ഇടയ്ക്ക് എന്റെ ശരിയായ പ്രൊഫഷൻ അത് തന്നെയാണ് ശരിക്കും. ഇപ്പോഴും ഞാൻ അതിൽ എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെ. ഇടയ്ക്ക് വേറെ സംവിധായകരുടെ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വിളിച്ചാൽ ഞാൻ ലാൽ ജോസിന്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതുവരെ ലാൽ ജോസിന്റെ ഒരു സിനിമ ചെയ്യാൻ, അപ്പൊ എന്നാ അടുത്ത സിനിമ തരാം അല്ലെങ്കിൽ അടുത്ത സിനിമ തരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് വെള്ളിമുഖിക്ക് നരേഷൻ ചെയ്തത് ലാൽ ജോസ് ആയിരുന്നല്ലോ. അപ്പൊ ആ സിനിമ 100ാം ദിവസം ആഘോഷിച്ച അന്ന് ലാലു പറഞ്ഞു ഒരാളെ ഒഴിവായി കിട്ടി. അപ്പൊ ലാലിന്റെ പുറകെ ഇങ്ങനെ കുറെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. വന്ന് പറഞ്ഞു ഒരാളെ ഒഴിവായി കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗം കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു ഒഴിവാക്കി കിട്ടിയെന്ന് വിചാരിക്കരുത് നീ. ഞാൻ വീട്ടില്ല, എനിക്ക് സിനിമ നന്നേ പറ്റുള്ളൂ. ഇപ്പോഴും ഞാൻ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. ലാലുവിന്റെ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഫ്രെയിംസിന്. സംവിധായകന്റെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാലുമേ കാലി കയറ്റി വെച്ചിരിക്കുന്ന സംവിധായകൻ അത് ഓടി നടന്ന എല്ലാ പണിയും ചെയ്യണ സംവിധായകനാണോ? ഓടി നടന്ന് എല്ലാം ചെയ്യുന്ന, ശരിക്കും പറഞ്ഞ എല്ലാ പണികളും ചെയ്യണം. ആർട്ടിസ്റ്റിന്റെ പണി, ലൈറ്റ് ബോയ്സിന്റെ കൂടെ അവരുടെ കൂടെ ലൈറ്റ് ഒക്കെ എടുത്ത് ഓടുക, അങ്ങനെ ശരിക്കും പറഞ്ഞൊരു കള്ളിമുണ്ട് എടുത്തുള്ള ഒരു ജോലി പോലെ ശരിക്കും എല്ലാ പണികളും ചെയ്യണം ശരിക്കും അവിടെ. പണി എടുത്തിട്ടുണ്ടപ്പോ പിന്നെ മെന്റൽ സ്ട്രെയിൻ കൂടുതലായിരിക്കും. എന്നാ ഇനിയും അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ മെന്റൽ സ്ട്രെയിൻ കൂടി ഒരു വഴിയാവട്ടെ കേട്ടോ. ചുരുക്കത്തിൽ നല്ലോണം പടം കിട്ടട്ടെ എന്ന്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശാലിനി. കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് എനർജി വന്നത്. അതെ, ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അറിയിക്കേണ്ട വേദി അറിയാലോ. എനിക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, RJ ശാലിനി എന്ന് പറഞ്ഞിട്ട്, SALINI, അതാണ് കേട്ടോ സ്പെല്ലിംഗ്. അപ്പൊ അതിൽ കമന്റ് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. റിപ്ലൈ ഒക്കെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അടുത്ത ആഴ്ച